പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനീഷിനെ തീർക്കാൻ ഒരു ചെറിയൊരു നാറിയ കളി അവിടെ നടന്നിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ആദ്യ കുഞ്ഞിനെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. വിളിപ്പിച്ചതിന് ശേഷം ടാസ്ക് ഒക്കെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യ കുഞ്ഞമ്മ വേറൊരു കാര്യം കൂടി ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മോഷണം അവിടെ നടത്തി എന്നുള്ളതാണ്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് അക്ബറിന്റെ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ എന്ന് പറയാൻ വേറൊരു കാര്യം കൂടി നടന്നു കേട്ടോ. അതായത് നിവിൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മീശമാധവൻ, അതായത് അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കപ്പ, അതുപോലെ തന്നെ ഈ പഴം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എന്താ പറയുക ചെറിയ ചെറിയ സാധനങ്ങൾ തിന്നാൻ വേണ്ടി മാത്രം ഇതുപോലെ കളവ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ നെവിൻ എന്ന് പറയുന്നത്. ഇപ്പോഴയാൾ ചെറിയ ചെറിയ കൊള്ളകളിലേക്കൊക്കെ വീണ്ടും കയറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറയാമെന്ന കാരണം എന്താണെന്നല്ലേ, അതായത് ഈ ടാസ്ക് കഴിഞ്ഞപ്പോൾ മുതൽ പറയുകയാണല്ലോ, അവർ അനീഷ് തീർന്നടാ, അനീഷ് തീർന്നു, അനീഷിന്റെ കള്ളകളികൾ പിടിച്ചു, അനീഷ് കള്ളൻ, പെരുങ്കള്ളൻ, അനീഷിനെ പോലെ ദുഷ്ടം വേറിയില്ല, അനീഷാണ് ഇവിടെ ഷാനവാസിനെ വഞ്ചിച്ചത്, അനീഷാണ് എല്ലാം കളിച്ച് കൊളാക്കിയത്. എന്തൊക്കെ ആരോപണങ്ങളാണ്, എന്തൊക്കെ ആരോപണങ്ങളാണ്. അതാ എനിക്ക് മനസ്സിലാകാത്തത്. അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കിടന്ന് ഗെയിം കളിക്കുമ്പോഴേക്ക് അനീഷിന്റെ എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടോ എന്ന് നോക്കി നിൽക്കുന്നവരും, പിന്നെ അനീഷിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കളവുകൾ നടത്തുന്നവരും, ഇപ്പോൾ ഈ അക്ബർ എന്ന് പറയുന്നവന്റെ കളവ് നടത്തിയത് കൊണ്ട് ആദിലക്ക് എന്താ കിട്ടിയത്? അവറ്റകളി രണ്ടും ഒരുമിച്ചാ കളിക്കുന്നത്. ഇപ്പോഴും 3 എണ്ണം ഉണ്ട്, 3 ഒരുമിച്ചാ കളിക്കുന്നത്. ഇപ്പൊ 4 എണ്ണം ഉണ്ട്, 4 ഒരുമിച്ചാ കളിക്കുന്നത്. ആരാ? ഒന്ന് ആദില, ഒന്ന് നൂറ, ഒന്ന് എന്ന് പറഞ്ഞ അനിമോള്, ഒന്ന് ഷാനവാസ്. ഈ 4 പേരെ അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണോ എൻ്റെ ബോസണ്ണ ഇങ്ങനെയൊക്കെ കളി കളിക്കുന്നത്? ഇതൊരു മാതിരി വൃത്തികെട്ട കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. അതായത് ഇപ്പോൾ അനീഷിനെ എങ്ങനെയെങ്കിലും ഒന്ന് തരം താഴ്ത്താനുള്ള പണിയാണോ? എനിക്കൊരു സംശയം. പിന്നെ വേറൊരു കാര്യം, അതായത് നമ്മുടെ വെളിയിലുള്ള ആൾക്കാർക്കൊക്കെ അനീഷിനോട് ഇത്രമാത്രം ദേഷ്യമുണ്ട് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തളർത്താൻ വേണ്ടിയിട്ട്, അതായത് അയാളുടെ ചെറിയൊരു കാര്യം പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഭീകരമായിട്ടാണ് ഇവരൊക്കെ ചിത്രീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് അവിടെ ഒരു ഇതും ഇല്ലെങ്കിലും ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഓവർ സ്മാർട്ട് കാണിച്ചത് പിന്നെ ആര്യനാണ്, അതുപോലെ തന്നെ അക്ബറാണ്. പക്ഷെ ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല, ഇവരൊക്കെ നല്ലവരാണ്, ഇവരൊക്കെ കണ്ണീര് വീണ മുത്തുകളാണ്. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്ബറിന്റെ കണ്ണീര് വീണിട്ട് അവിടെ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കാന്നാ പറയുന്നത്. അവൻ കരയിച്ചു വിട്ട 150 ആളുണ്ട്. അപ്പോഴാണ് അവൻ കരഞ്ഞപ്പോഴിന്ന് ഇവിടെയെല്ലാം പൊള്ളിന്നാ പറയുന്നത്, ഇവിടെയെല്ലാം വെള്ളപ്പൊക്കായി. അവന്റെ കണ്ണീരിൽ നിന്ന് 2 തുള്ളി കണ്ണീര് വീണു പോലും. അതോടുകൂടി ബിഗ് ബോസ് ഹൗസ് മൊത്തം വെള്ളപ്പൊക്കാന്ന്. അപ്പൊ തന്നെ നമ്മളെ ബോസേട്ടൻ പറഞ്ഞു, അയ്യോ എൻ്റെ അക്ബറിനെ കരയിക്കല്ലേ, അയ്യോ എൻ്റെ അക്ബറിനെ കരയിക്കല്ലേ എന്ന്. അവൻ കരയിച്ച് വിട്ടാളാ നിങ്ങൾക്കറിയാലോ. അപ്പൊ ഇങ്ങനെ ഈ നമ്മുടെ അപ്പൊ ഇവന്മാരൊക്കെ ഭയങ്കര ഡീസൻ്റ് ആണ് ഇപ്പോഴും. അതായത് ഒന്നും കളിക്കാണ്ട് നിന്ന ഷാനവാസ് വളരെ ഡീസൻ്റ് മൈൻഡ് ഗെയിമർ, അതായത് കപ്പ് കൊടുക്കാൻ യോഗ്യൻ, ഭയങ്കര യോഗ്യൻ. ആദില, അതായത് പിന്നെ അക്ബറിന്റെ ഇതെല്ലാം കട്ടുകൊണ്ടുപോയിട്ട് ഗെയിം ചേഞ്ച് ചെയ്യിച്ചവര്. ആദില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 5-ൽ വരണം. നോറ ക്യൂട്ട്നസ് വാരി വിതറിക്കൊണ്ട് നടക്കുന്ന നോറ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തിനും കരഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ പെയിന്റിൻ്റെ ഉള്ളിലുള്ള സാധനം വരെ നെവിൻ കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്ന അനിമോള്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനും ഏതെങ്കിലും ഒരു വള്ളി എവിടെയെങ്കിലും തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ആ വള്ളി പോയിട്ട് പിടിച്ചു വലിക്കുന്ന, അതായത് ഇവിടെ നിന്നൊരു വള്ളി പിടിച്ചു, അവിടെ നിന്നൊരു വള്ളി പിടിച്ചു, എവിടെയില്ലെങ്കിലും തൂങ്ങിയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പാവാട വള്ളിയെങ്കിലും പിടിക്കുന്ന ലക്ഷ്മി. ഇവരൊക്കെയാണ് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിലുള്ള ഭയങ്കരമായ ടീമുകൾ. അതായത് ഈ അനീഷ് എന്ന് പറയുന്നവൻ ഒന്നിനും കൊള്ളാത്തവനായി. അനീഷിന് ഒന്നിനും കൊള്ളത്തില്ല. ഇന്നത്തെ ടാസ്കോട് കൂടി അനീഷ് തീർന്നടാ. ഈ ടാസ്ക് തന്നെ അനീഷിനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ആദിലേനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അനീഷിനെ അങ്ങ് ബിഗ് ബോസിനെതിരെ തിരിക്കുക. ഇവന്മാരുടെ ബുദ്ധി എങ്ങനെയുണ്ട്? ഇവന്മാരുടെ ബുദ്ധി അപാരമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ പോള് മിനിറ്റിന് പോൾ ഇടുക. എന്നിട്ട് ഈ PR-കൾ, ഈ 16 ലക്ഷം വാങ്ങിച്ച PR-കൾ അവറ്റകളെ കൊണ്ട് വോട്ടിങ്ങിനെ അടിച്ചടിച്ച് കയറ്റിക്കുക. അപ്പം നമുക്കെല്ലാം വിചാരിക്കും, എൻ്റെ ഭഗവാനെ, ഞാനും നേരത്തെ നോക്കും, ഈശ്വരാൻ്റെ അനീഷ് വെളിയിലേക്ക് പോയാ, അയ്യോ അനീഷിന് ദേണ്ടേ 15% അയ്യോ വെളിയിലേക്ക് പോയാ.
ഇതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതായത് അനീഷിനെ എങ്ങനെയെങ്കിലും താഴ്ത്തി കൊണ്ടുവന്നിട്ട് അവിടെ അക്ബറിനെയോ അല്ലെങ്കിൽ ആര്യനെയോ പ്രതിഷ്ഠിക്കണം. ചില ആൾക്ക് അവരെ അനുമോളെ പ്രതിഷ്ഠിക്കണം, പിന്നെ ചില ആൾക്ക് ഷാനുവിനെ പ്രതിഷ്ഠിക്കണം. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് PR തമ്മിലടിക്കാൻ തുടങ്ങി. ഇപ്പം അതറിയാം നിങ്ങൾ, PR തമ്മിലടിക്കാൻ തുടങ്ങി. ഇന്നു മുതൽ PR തമ്മിലടിക്കാണ് ഇവിടെ. PR അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നോണം ഇല്ലാത്തത് പറഞ്ഞു. അതായത് യുവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുക. യുവന്മാർ എല്ലാവരും കൂടി ചേർന്നിട്ട് പറയുന്ന ഒരാൾ അനീഷ് മാത്രമാണ്. എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമാണ്. എല്ലാവർക്കും അറിയാം അനീഷ് കപ്പ് കൊണ്ടുപോകുന്നത്. അതിന്റെ ചൊറിച്ചില് നല്ല രീതിയിൽ യുവമാർക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് നല്ല രീതിയിൽ ആ ചൊറിച്ചിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ പേര് കേൾക്കുമ്പോഴേ ഇവറ്റകൾക്ക് എന്താണെന്നറിയില്ല, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചൊറിച്ചിലങ്ങ് വരും. ആ ചൊറിച്ചിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ അനീഷിന് നിങ്ങൾ ഇനിയിപ്പോ ഈ വോട്ടില്ലല്ലോ അനീഷിന് എന്ന് വിചാരിച്ചിട്ട് ഈ ആദിലക്കോ അല്ലെങ്കിൽ ലക്ഷ്മിക്കോ ഒരെണ്ണത്തിന് പോലെ നിങ്ങൾ കൊടുക്കരുത്. വോട്ട് ചെയ്യണ്ട. നിങ്ങൾ ഒരാൾ പോലും അനീഷിനെ ഇഷ്ടപ്പെടുന്നവർ വോട്ട് ചെയ്യണ്ട. കാരണം എന്ന് വെച്ചാൽ അനീഷിന് ഇപ്രാവശ്യം അനീഷ് നോമിനേഷനില്ല. അനീഷിനെ നമുക്ക് വോട്ട് ചെയ്യേണ്ട സന്ദർഭമുണ്ട്. അതിന് മാത്രമേ ചെയ്യണ്ടൂ. അതിന് നമ്മൾ എല്ലാവരും കൂടി കച്ച കെട്ടി ഇറങ്ങുക. ഇവിടെ കുറേ എണ്ണം ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിന് കണക്കില്ലടോ. എന്തൊരു ദ്രോഹിക്കലാന്ന്. അയാൾ ഇപ്പൊ സാധാരണക്കാരനാണെന്ന് കരുതിയിട്ടാണോ? അയാൾ പൈസ കൊടുക്കാതെ ഇവിടെ ഉള്ളിൽ കയറി എന്ന് വന്നിട്ടാണോ? അവിടെ എല്ലാവരും പൈസയും കൊടുത്ത് സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗതിയും പരഗതിയില്ലാതെ ഈ അനുമോള, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കട്ടിറ്റും തീരാതെ ഈ നെവിനെ വരെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആള്. അതുപോലെ ആദില, അവള് ഗെയിം ചേഞ്ചറാ പോലും. ഗെയിം ചേഞ്ചർ, ഗെയിം ചേഞ്ചർ. അപ്പൊ ഇങ്ങനെ ഗെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ആദില, ഇവരൊക്കെ അവിടെ ഭയങ്കരമായിട്ട് വലിയ ആളാകുന്നു. അനീഷിനെ അങ്ങ് അടിച്ച് താഴ്ത്താൻ വേണ്ടി പോകുന്നു. അനീഷിന് കയറി വരണ്ട, അവിടെ നമുക്ക് മാത്രം മതി. അതാണ് പറയുന്നത്. എല്ലാവരും അങ്ങ് അടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് അങ്ങ് ഇത് വന്നിരിക്കുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് യുവന്മാരെയൊക്കെ കണ്ടെത്തൽ ഇതാണ്. അതായത് ഇത് ബിഗ് ബോസ് കളിച്ച കളിയാണ്. എല്ലാം ബിഗ് ബോസിന്റെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ എന്താ പറയാ, നമ്മളെല്ലാം കൂടി ബിഗ് ബോസിന് തെറിവറിയല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് യുവന്മാർക്ക് മുതലെടുക്കാലോ. അവന്മാരുണ്ടാക്കുന്ന ഇതാണ്. ആദിലേനെ കൊണ്ടുപോയി, അത് കഴിഞ്ഞതിന് ശേഷം അക്ബർ അവിടെ സാധനം കൊണ്ടുവെക്കുന്നു. അതിനുശേഷം ആദിൽ ഇത് കട്ടെടുക്കുന്നു. അക്ബറിനെ നല്ല രീതിയിൽ ഇതാകുന്നു. അനീഷിനെ കുറ്റം പറയുന്നു. നാളെ അനീഷിനെ ജയിലിലേക്ക് വിടാം. എങ്ങനെയുണ്ട്? ഇതാണ് ഇവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അനീഷ് എന്ന് പറയുന്നവന് വളരെ മോശമായിട്ട് നെഗറ്റീവ് പറഞ്ഞ് ഒരുപാട് വീഡിയോസും ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് പോളുകളും ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങളെ അനീഷിനെ വെറുക്കും. ജനങ്ങൾ അനീഷിൽ നിന്നും മാറിയിട്ട് ഷാനവാസിലേക്ക് പോകും, ഇല്ലെങ്കിൽ അക്ബറിലേക്ക് പോകും. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇവനെ നെഗറ്റീവ് ആക്കാം. ഒരു ദിവസം മതി ഒരാൾ നെഗറ്റീവ് ആകാൻ. ലാലേട്ടന്റെ വാക്കുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ. അതൊക്കെ രായ്ക്ക് രാമാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുറെ PR ടീമുകൾ ഇവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരാൾ പോലും ഇതിൽ വീണു പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനി അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ പറയും. ഇന്ന് വേറെ ഒരു സംഭവം കൂടി അവിടെ നടക്കാനുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ വരും. നന്ദി, നമസ്കാരം.